റളിയല്ലാഹു അൻഹും. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കലാണ് ശരിയായ ഇസ്ലാം. ഇസ്ലാം 2-3 സൈസ് ഇസ്ലാം ഇല്ല. ഇസ്ലാം ഒരേ ഒരു ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു അംഗീകരിച്ച ദീൻ ഇസ്ലാമാണ്. മദ്ഹബുകൾ വ്യത്യസ്തമായുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ വിശാലതയെ കാണിക്കുന്ന മദ്ഹബുകൾ. ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ എന്ന അഖീദയിൽ വ്യത്യാസമില്ല. അത് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന അഖീദ. ആ വിശ്വാസമാണ് സ്വഹാബാ കിറാമിൽ നിന്ന് താബിഈങ്ങൾ വഴി താബിഈങ്ങൾ വഴി അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ വഴി നമ്മുടെ കയ്യിലെത്തി നിൽക്കുന്നത് ആ ഈമാനാകുന്നു. അതാണ് സയ്യിദുനാ ഉബൈദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു നമുക്ക് എത്തിച്ചു തന്ന അഖീദ. അതാണ് ഇവിടെ ഞങ്ങൾ പല മഹാന്മാരെയും സിയാറത്ത് ചെയ്യാൻ പോയി. അവരുടെ ഒക്കെ അഖീദ ഒന്ന് മാത്രമാണ്, ഒരൊറ്റ വിശ്വാസം. ഈ അഖീദയിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മുഅ്മിനാകുന്നത്. അത് മാത്രമാണ് ഇസ്ലാം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അത് നമ്മുടെ പണ്ഡിതന്മാര് നമുക്ക് കാബിറായി തലമുറകളായി ഒരു മാറ്റിത്തിരുത്തലും വരാതെ അവരുടെ ജീവൻ പണയപ്പെടുത്തി ഇതിനു വേണ്ടിയാണ് അവർ ജിഹാദ് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടിയാണ് അവർക്ക് ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്. ഈ അഖീദക്ക് വിശ്വാസത്തിന് വേണ്ടിയാണ് അവർക്ക് മക്ക രാജ്യം വിട്ടു പോകേണ്ടി വന്നത്. അവിടെ അവരുടെ കുടുംബത്തെ വിട്ടു പോകേണ്ടി വന്നത്. അവരുടെ കച്ചവടങ്ങളും അവരുടെ പറമ്പും ഒക്കെ ശത്രുക്കൾ കൈക്കലാക്കിയിട്ടും അവരുടെ ഈമാൻ വിട്ടുകൊടുക്കൂല എന്ന നിലക്കാണ് അവർ നാടും വീടും വിട്ടുപോയത്. അവരാണ് മുഹാജിരീങ്ങൾ. അതാകുന്നു ഹിജ്റ. അൽ ഹിജ്റത്തു അൻ തുഹാജിറ മാ നഹല്ലാഹ്. യഥാർത്ഥ ഹിജ്റ എന്ന് പറയുന്നത് അള്ളാഹു വിരോധിച്ച എല്ലാ കാര്യങ്ങളും നാം ഹജ്ർ ചെയ്യലാണ്, അതങ്ങ് ഉപേക്ഷിക്കലാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കൽ ഹിജ്റയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റയുണ്ടായിരുന്നു. ഒരു കാലത്ത് നിർബന്ധമായിരുന്നു. എല്ലാ നാടുകളിലുമുള്ള മുഅ്മിനീങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകൽ നിർബന്ധമായ ഒരു കാലമുണ്ടായിരുന്നു. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദുൻ വലിയ്യാ. ഫത്ഹ് മക്കയുടെ ശേഷം ആ നിർബന്ധ ഹിജ്റയില്ല. ഇനിയുള്ളത് എന്താണ്? നമ്മുടെ ഹിജ്റ എന്താണ്? തിന്മകൾ വിഭാടനം ചെയ്യുക, തിന്മകൾ ഉപേക്ഷിക്കുക. അങ്ങനെ നമ്മൾ അല്ലാഹുവിലേക്ക് ഹിജ്റയിലേക്ക് പ്രവേശിക്കുമ്പോ മൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. അല്ലാഹുവിലേക്കും റസൂലിലേക്കുമുള്ള പ്രയാണമാണത്. തിന്മ ഉപേക്ഷിച്ച് അല്ലാഹു കൽപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുമ്പോൾ അതാകുന്നു ശരിയായ മുഹാജിർ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്, സംസ്കാരമാണ്. നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ബഹുമാനപ്പെട്ട ആറ്റ ഉസ്താദിന്റെ കൂടെ പഠിച്ചവരാണ്. അന്നത്തെ കഥയൊക്കെ ബഹുമാനപ്പെട്ടവർ രാവിലെ ഞങ്ങളോട് പറഞ്ഞു. അന്ന് സാധാരണക്കാരനായ ഒരു മുസ്ലിയാരാണ്. ഈ കാണുന്ന പൊലിപ്പില്ല, വലിയൊരു വാഴിതല്ല, വലിയൊരു പ്രാസംഗികനല്ല. കിതാബുകളിലൊക്കെ ഒരു വലിയ ആളായി അന്ന് ഗണിക്കപ്പെടുന്ന ആളായിരുന്നില്ല. പക്ഷേ അവിടത്തേക്ക് നല്ല സ്വഭാവമായിരുന്നു. ബഹുമാനപ്പെട്ട ആറ്റ ഉസ്താദ് പറഞ്ഞു, ചെറുപ്പത്തിലെ സൽസ്വഭാവമാണ്. മാത്രമല്ല അഹ്ലുൽ ബൈത്തിനോട് വലിയ സ്നേഹമാണ്. അത് അവിടുത്തെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രധാന കാരണങ്ങൾ അതാണ്. അഹ്ലുൽ ബൈത്തിനോട് വലിയ സ്നേഹമാണ്, ആദരവാണ്. ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളോട് ഞാൻ ഒരു കൂലിയും ചോദിക്കുന്നില്ല മക്കളെ. നമ്മളോടാ പറയുന്നത്, ഈ ഉമ്മത്തിനോടാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം എന്തൊക്കെ കൊടുക്കേണ്ടതുണ്ട്? അവിടുന്ന് നമുക്ക് നൽകിയ ഹിദായത്തിന്, അവിടുന്ന് നമുക്ക് നൽകിയ നിസ്കാരത്തിന്, ഇൽമിന്, ഇതിനൊക്കെ ഫീസ് നിശ്ചയിക്കുകയാണെങ്കിൽ എത്ര ഫീസ് അടക്കണം? നിങ്ങളാരും ഫീസ് നൽകണ്ട, നിങ്ങളാരും എനിക്ക് കൂലി നൽകണ്ട. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നിങ്ങളോടൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, എന്റെ അഹ്ലുൽ ബൈത്തിനോട് സ്നേഹമുണ്ടാകണം. ആറ്റ ഉസ്താദ് അടക്കമുള്ള അഹ്ലുൽ ബൈത്ത്, ഇവിടെ കുറെ അഹ്ലുൽ ബൈത്തിന്റെ കുടുംബക്കാരുണ്ട്.
അവരൊക്കെ ഹക്കിന്റെ മാർഗങ്ങളിലായി നിലനിൽക്കുന്ന കാലത്തോളം അവരാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ. ഇനി അവരിൽ വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിലും ഒരു മുത്ത് മൂത്രത്തിൽ വീണ് കഴിഞ്ഞാലും അതിനെ മുത്തനജിസാകും എന്നല്ലാതെ അത് നജസായി ഐനുൻ നജസായി തീരില്ല. അത് കഴുകി വൃത്തിയാക്കിയാൽ നന്നായി തീരും. അങ്ങനെ വല്ല തകരാറുകളും പെട്ടുപോയിട്ടുള്ളവർ അവർ നല്ല നിലക്കായി തീരും. എന്നാൽ അഹ്ലുബൈത്താണ് നമുക്ക് രക്ഷാകവചം. ആലുൻ നബി ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം യുഅതാദൻ ബിയദിൽ യമീനി സഹീഫതി എന്ന് ചൊല്ലിയത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബമാണ് എന്റെ ത്വരീഖത്ത്, അവരാണ് എന്റെ മാർഗം. അവരുടെ ബറക്കത്ത് കൊണ്ട് എനിക്ക് മഹ്ശറിൽ നിന്ന് വലത് കൈയിൽ കിതാബ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഇമാമുൽ അഇമ്മത്ത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ആ സാദാത്യങ്ങളാണ് നമ്മുടെ നേതാക്കന്മാർ. താജുൽ ഉലമ ബഹുമാനപ്പെട്ട ആറ്റ ഉസ്താദിന്റെ ഉസ്താദ് കൂടിയാണ്. അവരുടെ നേതൃത്വം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ, അവരാണ് സ്വാത്വികരായ പണ്ഡിതന്മാർ. അവർ വലിയ മുഖ്ലിസീങ്ങളാണ്. അവരുടെ ജീവിതം ഒരു ദിവസം അവരുടെ കൂടെ നിന്നാൽ നമുക്ക് കാണാം, അവർക്ക് ഇബാദത്തല്ലാത്ത ഒരു നിമിഷവും കഴിഞ്ഞു പോകുന്നില്ല. നേരം പുലർന്നാൽ അവർക്ക് ദർസാണ്, ഖുർആൻ പാരായണമാണ്, ഔറാദാണ്, ദിക്റാണ്, ദർസാണ്. ദർസിന് അവർക്ക് കയ്യും കണക്കുമില്ലാത്ത സേവനമാണ് ചെയ്യുന്നത്. ഇനി അവർ ക്ഷീണിച്ചൊന്ന് ഉറങ്ങിയാലോ നൗമുൽ ആലിമി ഇബാദ, ആലിം ഉറങ്ങിയാലും ഇബാദത്ത് തന്നെ. അവർക്ക് ഇബാദത്തല്ലാത്ത നിമിഷങ്ങളില്ല. അങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മുടെ നേതാക്കന്മാർ. അതുകൊണ്ട് സുൽത്താനുൽ ഉലമയുടെയും റഈസുൽ ഉലമയുടെയും നേതൃത്വത്തിൽ ഇവിടെ മുസ്ലിം ജമാഅത്തും എസ്വൈഎസും എസ്എസ്എഫും എല്ലാം പ്രവർത്തിക്കുന്നു. നാട് മുഴുക്കെ പ്രവർത്തിക്കുന്നു. ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുന്നു. മറ്റ് ഇതര വിദേശ നാടുകളിൽ പ്രവർത്തിക്കുന്നു. അവിടെയൊക്കെ ഒരൊറ്റ അഖീദയുടെ പിന്നിൽ, ഒരൊറ്റ ഇമാമിന്റെ പിന്നിൽ, ഒരു നേതാവിന്റെ പിന്നിൽ നമ്മുടെ സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ അഖീദയും ആ ആചാരവും അതിൽ തന്നെ മുറ തെറ്റാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിജയമുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിദഅത്തിന്റെ കക്ഷികൾ പല വിധത്തിലുള്ള പല പേരുകളിലുള്ളവരും രംഗപ്രവേശം ചെയ്യുമ്പോൾ പുതിയതിലേക്ക് ഒരു ലദ്ദത്തുണ്ടാകും. പുതിയ എന്തെങ്കിലും സന്നദ്ധമായിട്ട് വരുമ്പോൾ അതിലേക്ക് ആളുകൾക്ക് താല്പര്യമുണ്ടാകും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് അത് തെറ്റാണ് എന്ന് പലർക്കും ബോധ്യപ്പെടുക. നമുക്ക് അങ്ങനെയുള്ള അപജയങ്ങളില്ല. കാരണം നമ്മുടെ ഇമാമിങ്ങൾ നമ്മുടെ കയ്യിലേൽപ്പിച്ച അഖീദ, ആ അഖീദക്കൊരു പേറലും ഏൽക്കാതെ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ, സംഘടനാ പ്രവർത്തനങ്ങളിൽ, ഈ പ്രാസ്ഥാനികമായ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബൈദുല്ലാ തങ്ങളുടെ സേവനം നമ്മുടെ ഓർമ്മയിൽ നമ്മുടെ കൂടെ ഉണ്ടാകണം. നമുക്ക് അവർ പ്രചോദനമാണ്. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഔലിയാക്കന്മാർ, ഈ നാടിന്റെ വെളിച്ചമായ വലിയ വലിയ മഹാന്മാർ, ജീവിച്ചിരിക്കുന്നവരും വഫാത്തായി പോയവരും, അവരാണ് നമ്മുടെ റോൾ മോഡലുകൾ. അവരുടെ പിൻഗാമികളാണ് നിങ്ങളെന്ന് നിങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഈ സന്തോഷം, ഒരു മാസം നീണ്ടു നിൽക്കുന്ന വീടും എല്ലാം 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 ഉണർന്ന് ഊർജ്ജസ്വലതയോടുകൂടെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ആ മഹബത്ത് കൊണ്ട് മാത്രമാണ്. എന്ന് നമ്മെ കുറിച്ച് ഇനി പറയാൻ നിർവാഹം ഉണ്ടാകരുത്. അൻതമാമൻ അഹ്ബബ്ത എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ ഇന്നലെ കൽപ്പേനിയിൽ പോയി. അവിടുന്ന് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പലരും പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ളവർ, ഇതിന് സഹകരിച്ചവർ ലക്ഷക്കണക്കിന് രൂപ ഈ സംഗതിയിലേക്ക്, ആ നമ്മുടെ വീട്ടിലൊക്കെ ചെലവാക്കേണ്ട കാശാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനോടുള്ള മഹബത്ത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്ത് നമ്മുടെ സ്ഥാപനങ്ങൾ, മദ്രസയും പള്ളിയും, നമ്മുടെ ദഅവാ കോളേജും ഹിഫ്ദ് കോളേജും, അതുപോലെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായി നടക്കുന്നത് ഇതുകൊണ്ടാണ്. അല്ലാഹു തആല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതിന് വലിയ കൂലി അല്ലാഹു നൽകും. ആ രൂപത്തിൽ
നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും കാരണമായ വിഷയങ്ങളായി അല്ലാഹു തആല നമ്മുടെ ഈ സംഭാവനകളെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ.